സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 62-ാം സങ്കീർത്തനം. ആശ്വാസം ദൈവത്തിൽ മാത്രം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവെ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 62-ലെ ദാവീദിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ സങ്കീർത്തനം പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൽ മാത്രം അഭയം തേടുന്ന ഒരു ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവനിൽ നിന്നും വരുന്നു. സങ്കീർത്തനം 62:1. ഈ വാക്കുകൾ മനുഷ്യൻ്റെ എല്ലാ കോലാഹലങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ നിശബ്ദമായ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്താൻ ദാവീദിനെ പഠിപ്പിച്ചു. അവൻ ദൈവത്തെ തൻ്റെ പാറയും രക്ഷാഗോപുരവുമായി വിശേഷിപ്പിക്കുന്നുണ്ട്. താൻ കുലുങ്ങുകയില്ലെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഉറപ്പ് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ദാവീദിനെ പോലെ നമ്മുടെ കാൽ വഴുതുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനുള്ള പ്രചോദനം ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാം. ദാവീദിൻ്റെ ഈ പ്രാർത്ഥന തൻ്റെ ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ്. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? തൻ്റെ പദവിയിൽ നിന്ന് തള്ളിയിടാൻ, തന്നെ താഴെ തള്ളിയിടാൻ ശ്രമിക്കുന്നവരുടെ ദുരുദ്ദേശങ്ങളെക്കുറിച്ച് ആണ് ദാവീദ് ഇവിടെ പറയുന്നത്. അവരുടെ വാക്കുകൾ അനുഗ്രഹമാണെന്ന് പുറമേ തോന്നാമെങ്കിലും അവരുടെ ഉള്ളിൽ ശാപമാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദാവീദ് തൻ്റെ ആത്മാവിനെ വീണ്ടും ദൈവത്തിലേക്ക് തിരിക്കുന്നു. എൻ്റെ ഉള്ളമേ, എൻ്റെ അന്തരംഗമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. ഈ ആവർത്തനം ദൈവത്തിലുള്ള ആശ്രയം എത്ര പ്രധാനമാണെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 14:14 ഇതുപോലെ ഒരു വചനമുണ്ട്. നിങ്ങൾ നിശ്ചലമായി നിൽക്കുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ദാവീദിൻ്റെ മൗനമാണ് നാമും അവലംബിക്കേണ്ടത്. ദൈവത്തിലുള്ള ആശ്രയം സങ്കീർത്തനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കിലാകുന്നു. ഈ വാക്കുകളിലൂടെ ദാവീദ് തൻ്റെ വിശ്വാസം നാം
ഓരോരുത്തരുമായി പങ്കിടുകയാണ്. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സങ്കീർത്തനം 62:8. ദാവീദ് മനുഷ്യൻ്റെ ആശ്രയത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. പീഡനത്തിലും കവർച്ചയിലും ധനത്തിലും ഒരിക്കലും ആശ്രയിക്കരുതെന്നും ദാവീദ് പറയുന്നു. കാരണം ബലം ദൈവത്തിൽ നിന്നുള്ളത് എന്ന് ദാവീദ് മനസ്സിലാക്കി. അതോടൊപ്പം ദൈവജനമേ, കർത്താവെ, ദയയും നിനക്കുള്ളതാകുന്നു എന്നും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ലഭിക്കുമെന്നും റിവാർഡ് ദൈവം നൽകുമെന്നും ദാവീദ് ഏറ്റു പറയുന്നു. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിലാണ് പൂർണ്ണത കണ്ടെത്തുക. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് തൻ്റെ സ്വന്തം ശക്തിയിൽ രക്ഷ തേടാതെ യേശുവിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ രക്ഷ ലഭിക്കുക. യേശുക്രിസ്തുവാണ് നമ്മുടെ പാറയും രക്ഷയും ഗോപുരവും. അവിടുത്തെ കുരിശിലെ ബലിയിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിച്ചത്. അതുകൊണ്ട് നാം ലോകത്തിൻ്റെതായിട്ടുള്ള വ്യർത്ഥമായ കാര്യങ്ങളിലോ മനുഷ്യരുടെ പ്രശംസയിലോ ആശ്രയിക്കരുത്. കർത്താവിൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ഉള്ള പ്രതിഫലം ലഭിക്കുമെന്നും കർത്താവും പഠിപ്പിച്ചു. കർത്താവിൻ്റെ വരവിനായി നാം തയ്യാറെടുക്കുന്ന ഈ അന്ത്യകാലത്ത് ദൈവജനമേ, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ഈ സങ്കീർത്തനം നമ്മെ പ്രായോഗികമായി സഹായിക്കും. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും നമ്മുടെ സ്വന്തം ശക്തിയിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തിൻ്റെ വഴിയിൽ നിന്നും മാനസാന്തരപ്പെട്ട് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നു പറഞ്ഞ് അവിടുത്തെ സ്നേഹത്തിൽ അഭയം തേടാൻ നമ്മെ ക്ഷണിക്കുന്നു. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക്. നമ്മൾ ആത്മാർത്ഥമായി അനുദപിക്കുമ്പോൾ അവിടുത്തെ കാരുണ്യം നമ്മെ സ്വീകരിച്ച് പുതിയൊരു ജീവിതം നയിക്കാൻ ശക്തി നൽകും. തീർച്ച. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ചേർന്ന് ഒരുങ്ങാം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ഹൃദയം അവിടുത്തെ മുമ്പിൽ തുറന്നു വെച്ച് കാരുണ്യത്തിനായി കേണപേക്ഷിക്കാം. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകുകയും ചെയ്യും. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവിടുത്തെ വരവിനായി നമുക്ക് തയ്യാറെടുക്കാം. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ. ദൈവവചനം അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ. ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. കർത്താവെ, അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.